അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LPS 2023 എക്സാമിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തർജമ റിവായത്ത് ഷമ്മീലി തഗായി ഇലൽ അറബിയ. തഗയുടെ ചെമ്മീൻ എന്നുള്ള നോവൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മുഹിദ്ദീൻ അൽ ആലുവായ്. ഓപ്ഷൻ ബി അൽ ഉസ്താദ് വീരാൻ മുഹിദ്ദീൻ. ഓപ്ഷൻ സി അബുസബ അഹമ്മദ് അലി. ഓപ്ഷൻ ഡി എഹ്തിഷാം അഹമ്മദ് നദ്വി. ആരാണ് തകയുടെ ചെമ്മീൻ എന്നുള്ള നോവൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മുഹിദ്ദീൻ അൽ ആലുവായി. മുഹിദ്ദീൻ ആലുവായി ആണ് തകയുടെ ചെമ്മീൻ എന്നുള്ള മലയാള നോവൽ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പൊതുവെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മുഹിദ്ദീൻ ആലുവായിയെ കുറിച്ചിട്ട് +2 ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ മൻസുബകൾ, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ആ ഒരു ഭാഗത്തിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ ഇപ്പൊ ഒരു അദ്ദേഹത്തിന്റെ ചെമ്മീൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ PhD സബ്ജക്റ്റ്, PhD ടോപ്പിക് ചോദിക്കാറുണ്ട്. പിന്നെ അദ്ദേഹം റൗത്തുൽ അറബിക് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാമിഅത്തുൽ അസ്ഹറിലെ കുല്ലിയത്തു തിബ്ബിലൊക്കെ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതും അദ്ദേഹത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് റിസാലത്തു ദക്തൂറ മിൻ ജാമിഅത്തുൽ അസ്ഹർ ലി മുഹിദ്ദീൻ ആലുവായി. മുഹിദ്ദീൻ ആലുവായുടെ, അദ്ദേഹം നമുക്കറിയാം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ടാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഡോക്ടറേറ്റിന്റെ അതിന്റെ ടോപ്പിക് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൽ അലാഖത്തുൽ ഹിന്ദി അൽ അറബിയ അബ്ർ അൽ ഉസൂർ. ഓപ്ഷൻ ബി അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുരിഹ ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ. ഓപ്ഷൻ സി മുസാഹമത്തുൽ ഹിന്ദ് ഫി നഹ്ളത്തിൽ ഉലൂമിൽ ഇസ്ലാമിയ. ഓപ്ഷൻ ഡി ളുഹൂറു ദഅവത്തുൽ ഇസ്ലാമിയ ഫി ജസീറത്തുൽ അറബ്. ഇതിലേതാണ് അദ്ദേഹത്തിന്റെ ടോപ്പിക്, അദ്ദേഹത്തിന്റെ PhDയുടെ ടോപ്പിക് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുരിഹ ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ എന്നുള്ളതാണ് മുഹിദ്ദീൻ ആലുവയുടെ ദക്തൂറയുടെ ഉൻവാൻ. ഒരു ഉൻവാൻ റിസാലത്ത് ദക്തൂറ ഈ ഒരു അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുരിഹ ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ എന്നുള്ളതാണ്. അത് അദ്ദേഹം നേടുന്നത് മിസ്റിലെ ജാമിഅത്തുൽ അസ്ഹറിൽ നിന്നാണ്. ഓക്കെ, ഇതും ആ ഒരു +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇക്തിഷിഫ് റിസാലത്തു മൻദൂമ ഫതാത്തുൽ അസ്ർ മിനൽ ആത്തിയ. അതായത് താഴെ പറയുന്നവയിൽ ഫതാത്തുൽ അസ്ർ എന്നുള്ള കവിതയിലെ റിസാലത്ത് കണ്ടെത്താനാണ്. ഓക്കെ, ഓപ്ഷൻ എ മുആമലത്തുൽ ഫതാ മഅൻ നാസ്. ഓപ്ഷൻ ബി അൽ മഖ്ലൂഖാത്തു കുല്ലുഹാ മിൻ സനാഇഹി റബ്ബിൽ ആലമീൻ. ഓപ്ഷൻ സി അർറജുലുൽ കരീം യുക്രിമു മൻ മഅഹു. ഓപ്ഷൻ ഡി അല്ലിമുൽ ബനാത ദുറൂസുൽ അമാന വ ഹുസ്നുൽ ഖുൽഖ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഫതാത്തുൽ അസ്ർ എന്നുള്ള ഒരു കവിതയിൽ നിന്നിട്ടാണ്. ഈ ഫതാത്തുൽ അസ്ർ എന്നുള്ള ഒരു കവിത പഴയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അതിലുള്ള ഒരു കവിതയാണ്. അപ്പൊ ഈ വർഷമാണ് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയത്. അപ്പൊ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളൊരു ഒരു കവിതയാണ് ഫതാത്തുൽ അസ്ർ. പൊതുവെ PSCക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഒരു കവിതയിൽ നിന്നിട്ട് വരാറുണ്ട്. ഈ ഒരു കവിത എഴുതിയത് മുഹമ്മദ് അദ്ദബൽ ആണ്. ഓക്കെ, മുഹമ്മദ് അദ്ദബൽ ആണ് ഫതാത്തുൽ അസ്ർ എന്നുള്ള ഈ ഒരു കവിത എഴുതിയത്. അപ്പൊ അതില് നല്ല ഒരു ആശയമാണ്, അതായത് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. നല്ല നല്ല ആശയങ്ങൾ കൺവേ ചെയ്യുന്ന ഒരു കവിതയാണ്. അപ്പൊ അതിലുള്ള ഒരു റിസാലത്ത് ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അല്ലിമുൽ ബനാത്തി ദുറൂസുൽ അമാന വഹുസ്നുൽ ഖുൽഖ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ സത്യസന്ധതയുടെ പാഠങ്ങൾ, അതുപോലെ തന്നെ വിശ്വസ്തതയുടെ പാഠങ്ങൾ, അതുപോലെ നല്ല സ്വഭാവം ഒക്കെ നിങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഈ ഒരു മൻലൂമയിലെ റിസാല. ഓക്കെ, മറ്റുള്ളതൊന്നും ഈ ഒരു മൻലൂമയിലെ റിസാല അല്ല. അതായത് മുആമലത്തുൽ ഫത്താ മാന്നാസ്, അതായത് ഒരു യുവാവ് എന്താണ് ജനങ്ങളോട് പെരുമാറുന്നത്. ഓപ്ഷൻ ബി അൽ മഖ്ലൂഖാത്ത് കുല്ലുഹാ മിൻ സനായി റബ്ബിൽ ആലമീൻ. അതല്ല, മഖ്ലൂഖാത്തുകൾ അള്ളാന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്.
ഓപ്ഷൻ സി അർജുൽ കരീം യുക്രിമു മൻ മാഹു, ഒരു മാന്യനായ ഒരു യുവാവ് അവന്റെ കൂടെയുള്ളവരെ ആദരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതൊന്നും എന്താണ് ഈ ഒരു എന്താ ഈ ഫതാത്തുൽ അസദിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ല, അതിന്റെ റിസാലത്താണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അല്ലിമുൽ ബനാത്തി ദുറൂസുൽ അമാന വ ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളതാണ്. ഓക്കെ. ഇത് എന്ന് പറയുമ്പോൾ ഓരോ കവിതകൾ ഇപ്പം നമുക്കറിയാം, കവിത തരുമ്പോൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ ആശയം തന്നിട്ടുണ്ടാവും. അതായത് അതിന്റെ ആ ഒരു മാനി സൈഡിൽ കൊടുത്തിട്ട് അതിങ്ങനെ ഓർഡർ ആക്കാനുള്ള വർക്ക് പൊതുവെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാ വരികളുടെയും എന്താ ആശയം കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് അത് ഓർഡർ ആക്കി എഴുതാനുള്ള വർക്കായിരിക്കും. പക്ഷെ ഇപ്പൊ പൊതുവെ PSC വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് ഏത് കവിതയുടെ ആശയമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വരിയുടെ ആശയം എന്താണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കറക്റ്റ് ആ ഒരു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. സാധാരണ വരാറ് പൊതുവെ വരുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവി ഒരു കവിത ആരാണ് എഴുതിയത് എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ആ ഒരു കവിയെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്, അവരുടെ ജിൻസിയത്ത്, അതുപോലെ അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ, പിന്നെ അവർക്ക് അവർ റിലേറ്റ് ചെയ്തിട്ടുള്ള വല്ല ലക്കബോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പൊതുവെ കുറച്ചുകൂടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഈ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്. അതായത് അതിന്റെ മാനി സുത്തൂർ കൊടുത്തിട്ടുണ്ട്, മാനിൽ മങ്ങുമ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അതും ഒരു വർക്കായിട്ടായിരിക്കും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവും, ഓർഡറിലൊന്നും ആവില്ല. അത് ഓർഡർ ആക്കാനുള്ള വർക്ക് എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്ക് പൊതുവെ കൊടുത്ത് കാണാറുള്ളത്. ചില കവിതയ്ക്ക് കറക്റ്റ് ഇങ്ങനെ ആശയം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ആശയത്തിൽ നിന്ന് ഇപ്പൊ പൊതുവെ ചോദ്യം വരാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ഫത്താത്തുൽ അസർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നമ്മൾ നോക്കി വെക്കണം. ഓക്കെ. മുഹമ്മദ് അദ്ദബലാണ് ഈ ഒരു കവിത എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം മാ ഹുവ മൻസിബുഹു. ഓക്കെ. അപ്പൊ അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം, നമുക്കറിയാം APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റയീസുൽ ഹിന്ദ്, ഓപ്ഷൻ ബി അൽ വസീറു തർബവി ലിൽ ഹിന്ദ്, ഓപ്ഷൻ സി സൈമുൽ ഹിന്ദ്, ഓപ്ഷൻ ഡി അൽ വസീറു തർബവി ലി കേരള. എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റയീസുൽ ഹിന്ദ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു APJ അബ്ദുൽ കലാം. നമ്മുടെ ഇന്ത്യയുടെ ഫോമർ പ്രസിഡന്റ് ആണ് APJ അബ്ദുൽ കലാം. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് 10th അത് കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് ബുക്കില് 10th പാഠത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ വർഷം 10th ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതിൽ 10th ടെക്സ്റ്റ് ബുക്ക്, പഴയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അദ്ദേഹം ഒരുപാട് ഉയരങ്ങളിൽ എത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് അതിൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാരന്റ്സിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ നാട്, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് ആ ഒരു പാഠഭാഗത്ത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. അദ്ദേഹം റയീസുൽ ഹിന്ദ് ആയിരുന്നു, APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ, അന സഈറുൽ ജിസ്മ അലീമുൽ മൻസില ഖലഖനി അല്ലാഹു അബ്കം വഅമ വലകിന്നി അർസുമു വ ഉവല്ലിഫു മൻ അന. ഓപ്ഷൻ എ ഫേസ്ബുക്ക്, ഓപ്ഷൻ ബി വാട്സപ്പ്, ഓപ്ഷൻ സി അൽ കലം, ഓപ്ഷൻ ഡി അൽ മിസാഹ. ആരാണിത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു പക്ഷെ ഇത് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ അർത്ഥം പറയാം. ഓക്കെ. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അൽ കലമാണ്. അൽ കലം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള 8ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അൽ കലം യതഹദ്ദസു എന്നുള്ള ഒരു പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് അതിൽ നിന്നുള്ള ടെക്സ്റ്റ് നേരെ കോപ്പി ചെയ്തെടുത്തിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ വർഷമാണ് 8ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയത്. കഴിഞ്ഞ വർഷം വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. അതിലെ അൽ കലം യതഹദ്ദസ് എന്നുള്ള പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അന സഈറുൽ ജിസ്മ അലീമുൽ മൻസില ഖലഖനി അല്ലാഹു അബ്കം വഅമ വഅസ്വമ്മ. ഓക്കെ. അപ്പൊ ഇതിൽ പറയുന്നത് കലമ പറയാണ്, അന സഈറുൽ ജിസ്മ, ഞാൻ എന്താണ് ശരീരം കൊണ്ട് വളരെ ചെറുതാണ്. അതായത് എനിക്ക് വളരെ ചെറിയ ശരീരമാണുള്ളത്. അലീമുൽ മൻസില, എന്റെ സ്ഥാനം പക്ഷെ എന്താണ്, എന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. എനിക്ക് ചെറിയ ശരീരമാണ്, എന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. ഖലഖനി അല്ലാഹു അബ്കമു വഅമ വഅസ്വമ്മ, എന്നെ എന്താണ് അള്ളാഹു എന്നെ എന്താ അന്ധനായും ഊമനായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. പക്ഷെ എന്താണ്, ലക്കിനി അജരി വാർസുമു സവ്യർ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചിത്രമൊക്കെ ഞാൻ വരക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. മൻ അന എന്നുള്ളതാണ്.
അർസുമോ വല്ലിഫ്, ഞാൻ എന്താണ് ചിത്രം വരക്കും, അതുപോലെ ഞാൻ രചിക്കുകയൊക്കെ ചെയ്യും, ഞാൻ ആരാണ് എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം ഫേസ്ബുക്ക്, വാട്സപ്പ്, മിസാഹ ഒന്നും ചെയ്യൂല. അപ്പൊ കലമാണ് ആൻസർ. മിസാഹ എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. ഓക്കെ, നമ്മൾ സ്പേസിനാണ് നമ്മൾ മിസാഹ എന്ന് പറയാം, സ്ഥലത്തിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈസ മിൻ അഗ്റാളി മബ്ഹത്തുർ റഅ്മ വർ-റഅഫ. മബ്ഹത്തുർ റഅ്മ വർ-റഅഫയിൽ പെടാത്തത് എന്താണ് എന്നുള്ളതാണ്. അതായത് റഹ്മ റഅഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യം, ഇങ്ങനെയുള്ള തീമാണ്. അപ്പൊ നമുക്കറിയാം, ഓരോ യൂണിറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ യൂണിറ്റിനും ഓരോ തീമുകൾ ഉണ്ടായിരിക്കും. നമുക്കത് ഹാൻഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം കുട്ടികൾക്ക് ഓരോ ടെക്സ്റ്റ് ബുക്കിലും എന്താണ് നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അറിയാം, കറക്റ്റ് ഹാൻഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലെ തീം ഉണ്ടായിരിക്കും, കിയം വാല്യൂസ് ഉണ്ടായിരിക്കും, അതിന് ഉപയോഗിക്കേണ്ട വസായിലുകൾ, പിന്നെ അതിനുള്ള മറ്റു കാര്യം, അനാസിറുകൾ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പൊതുവെ കണ്ടുവരാവുന്ന കുറെ തീമുകളുണ്ട്. അതായത് ഇപ്പം എന്താണ്, ഇപ്പം റിയാദുൽ ബദനിയ, അല്ലെങ്കിൽ ബി സിഹ, പിന്നെ അങ്ങനെയുള്ള സലാമ, അങ്ങനെയുള്ള കുറെ തീമുകളുണ്ട്. അങ്ങനെയുള്ള റഹ്മ വർ റഅഫ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു തീമാണ്. അതായത് കാരുണ്യം, കാര്യങ്ങളൊക്കെ. ഈ ഒരു റഹ്മ വർ റഅഫയിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബാക്കി മൂന്ന് ഓപ്ഷൻസ് പെടുന്നതാണ്. ഇതിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ തൗലീദുർ റഹ്മ ഫി ഖുലൂബിൽ അത്ഫാൽ. അതായത് കുട്ടികളുടെ ഹൃദയങ്ങളിൽ റഹ്മത്ത് വളർത്തിയെടുക്കുക. അതാണ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി ഓപ്ഷൻ ബി തൻമിയത്തുൽ മഹബ്ബ. തൻമിയത്തുൽ മഹബ്ബ ലിൽ ഹൈവാനാത്ത്, മൃഗങ്ങളോട് സ്നേഹം വളർത്തിയെടുക്കുക. ഓപ്ഷൻ സി തൗലീദുർ റഅഫ ഫി ഖുലൂബിൽ ഹൈവാനാത്ത്. അതായത് ഈ ഒരു കാരുണ്യം, അലിവൊക്കെ എന്താണ്, മൃഗങ്ങളുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കുക. ആൻഡ് ഓപ്ഷൻ ഡി തൻമിയത്തുൽ മഹബ്ബ ലിൽ ബീഅ, പ്രകൃതിയോടൊരു സ്നേഹം വളർത്തിയെടുക്കുക. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ ഒരു റഹ്മ റഫയിൽ ആ ഒരു മബഹസിന്റെ ആരാധകളായി കൊടുത്തത്. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇത് വളരെ നമുക്കിപ്പം നോർമലായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലെന്താണ് ഓപ്ഷൻ സി ആണ് അതിൽ പെടാത്തത്, അല്ലെ. തൗലീദുർ റഅഫ ഫി ഖുലൂബിൽ ഹൈവാനാത്ത്. കാരണം നമുക്കറിയാം, ഓരോ തീമുകൾക്കും ഓരോ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. കാരണം കുട്ടികളുടെ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു വാല്യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോ കേമുകളും, ഓരോ കേമാവട്ടെ, ഓരോ മബഹത്ത് ആവട്ടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ റഹ്മ റഫയിൽ കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്: ഒന്ന്, കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ കുട്ടിയുടെ ഹൃദയത്തിൽ റഹ്മത്ത് വളർത്തിയെടുക്കുക എന്നുള്ളത്. അത് വേണം, കാരണം ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് ആ ഒരു റഹ്മത്ത് എന്നുള്ളത് അവർക്ക് ഉണ്ടാവണം, ആ ഒരു പാഠം പഠിക്കുന്നതോട് കൂടിയിട്ട്. രണ്ടാമത്തേതാണ് തന്മയത്തുൽ മഹബ്ബ ലിൽ ഹൈവാനാത്ത്, ചുറ്റുമുള്ള മൃഗങ്ങളോട്, പക്ഷികളോടൊക്കെ എന്താണ്, സ്നേഹം വളർത്തിയെടുക്കുക. പല കുട്ടികൾക്കും, പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാവുമെങ്കിലും ചില കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരു മഹബ്ബ മൃഗങ്ങളോട്, ചുറ്റുള്ള മൃഗങ്ങളോടൊക്കെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിന്റെ മറ്റൊരു ഒറലാണ്. പിന്നെ മറ്റൊന്നാണ് തൻവീതുൽ മഹബ്ബ ലിൽ ബിഅ, അവനവൻ ജീവിക്കുന്ന ഈ ഒരു പ്രകൃതിയോട് ഒരു സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. പരിസ്ഥിതിയൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുക, പ്രകൃതിയോടും ഒക്കെ ഒരു സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു റഹ്മ റഫയുടെ അഹ്റാദിൽ പെടുന്നതാണ്. പക്ഷെ ഇത് തൗലീദു റഅഫ ഫി ഖുലൂബിൽ ഹൈവാനാത്ത്, മൃഗങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അത് ഇതിന്റെ ഒരു ഒർലയല്ല. കാരണം മൃഗങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റൂല. അല്ലെങ്കിൽ അത് അതുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന് ഇങ്ങനെ ഒരു മൊബൈൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം കുട്ടികൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഓരോ മൊബൈൽസ് ലക്ഷ്യമാക്കുന്നത്. അപ്പൊ അതിൽ കുട്ടികളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഓക്കെ, അപ്പം ഇത് മൂന്നാണ് കറക്റ്റ് ആൻസർ. തൗലീദുർ റഹ്മ ഫി ഖുലൂബിൽ അത്ഫാൽ, തനിമയത്തുൽ മഹബ്ബ ലിൽ ഹൈവാനാത്ത്, തനിമയത്തുൽ മഹബ്ബ ലിൽ ബിഅ. ഇത് മൂന്നാണ് റഹ്മ റഅഫ എന്നുള്ള മബഹസിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൻ കത്തബ ഷെയറു ബിസ്മിക് അല്ലാഹുമ്മ. ബിസ്മിക് അല്ലാഹുമ്മ എന്നുള്ള കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ യൂസുഫ് അൽ ഇളം, ഓപ്ഷൻ ബി ഗാലിബ് മിഹ്നി, ഓപ്ഷൻ ഡി ഡോക്ടർ ഓപ്ഷൻ സി ഡോക്ടർ മുസ്തഫ മുഹമ്മദ്, ഓപ്ഷൻ ഡി നവാൽ മിഹ്നി. ആരാണ് ബിസ്മിക് അല്ലാഹുമ്മ എന്നുള്ള കവിത എഴുതിയത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യൂസുഫ് അൽ ഇളം ആണ്. യൂസുഫ് അൽ ഇളമിന്റെ കവിതയാണ് ബിസ്മിക് അല്ലാഹുമ്മ. ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ ലേറ്റസ്റ്റ് ഉള്ളതല്ല. അതായത് പഴയ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതിന്റെ മുന്നത്തെ വർഷം മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബിസ്മിക് അല്ലാഹുമ്മ എന്നുള്ള ഒരു കവിത എഴുതിയത് യൂസുഫ് അൽ ഇളമാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. മാല തഅനി ഹാദിൽ ഇഷാറ. ഈ ഒരു ഇഷാറത്ത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ മംനു അൽ വുഖൂഫ്, ഓപ്ഷൻ ബി മംനു അൽ മഷാത്ത്, ഓപ്ഷൻ സി മഅബർ അൽ മഷാത്ത്, ഓപ്ഷൻ ഡി മദ്രസ.
ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ് ഇത് കാണിക്കുന്നത് അല്ലെ. പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്, അതാണ് മഅ്ബറുൽ മഷാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്, ഈ ഒരു ഇഷാര കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് പൊതുവേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് ട്രാഫിക്കിനെ കുറിച്ചിട്ട്, ട്രാഫിക് റൂൾസ്, ട്രാഫിക് സിഗ്നലുകളെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമുക്ക് അറിയണമെങ്കിൽ ഇപ്പൊ പുതിയ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്, സലാമത്തുന എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. അതിന്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താണ് സലാമത്തുൽ മുറൂറാണ്. അതുപോലെ തന്നെ അതിൽ ട്രാഫിക് റൂൾസ് കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അൽ ലുഗൽ അറബിയ ലഹ ഇസ്മുൻ ഖാസുൻ വഹുവ. അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്, അത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലുഅത്ത് യു എൻ ഒ, ഓപ്ഷൻ ബി ലുഅത്തു ലോദ്, ഓപ്ഷൻ സി ലുഅത്തുൽ അദബ്, ഓപ്ഷൻ ഡി ടെക്നോളജി. ഓക്കെ, ഇത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ അറബിക് സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലുഅത്തുൽ ലോദ് എന്ന പേരിലാണ് അറബി ഭാഷ അറിയപ്പെടുന്നത്, അതിന്റെ ഒരു പേരാണ് ലുഅത്തുൽ ലോദ്. ഇത് പൊതുവെ ജനറൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ടെക്സ്റ്റ് ബുക്കൊന്നും പൊതുവെ എന്താണ് അറബി ഭാഷ, അറബിക് ഡേ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയാറുണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള 9th ടെക്സ്റ്റ് ബുക്കിൽ ലുഅത്തുൽ ലോദ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെയുണ്ട്. അതിൽ എന്താണ് അറബി ഭാഷ സ്വയം സംസാരിക്കുന്ന രീതിയിലുള്ളൊരു ചാപ്റ്ററാണ്. അനബിൻ താദ്നാൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.